ഗൈസ്, വെൽക്കം ടു KL കാനഡ ആൻഡ് വെൽക്കം ടു ഡേ 10. കഴിഞ്ഞ കൊല്ലത്തെ പച്ചക്കറി കൃഷി നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തന്നുകൊണ്ട് തന്നെ ഇക്കൊല്ലം ഞങ്ങൾക്ക് കോൺഫിഡൻസ് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 2024 5 തൈ വെച്ചിടത്ത് 2025 ആകുമ്പോഴത്തേക്ക് 25 നമ്മൾ തൈകൾ നടുന്നുണ്ട്. നാട്ടില് അമ്മേന്റെ കൂടെ കൂടി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ശീലമുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് രീതികളൊക്കെ ആകെ വ്യത്യാസമായിരുന്നു. വീട്ടിലാവുമ്പം നമുക്ക് മണ്ണും വളമൊക്കെ ഉള്ളത് കൊണ്ട് അധികം ടെൻഷൻ ഇല്ല. ഇവിടെ ആവുമ്പം നമുക്ക് ഒന്നീന്ന് എല്ലാം വാങ്ങി തുടങ്ങണം. മാത്രമല്ല ഇവിടുത്തെ കാലാവസ്ഥയും വളരുന്ന രീതിയും ഒക്കെ വ്യത്യാസമായതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ശ്രദ്ധിക്കാനും ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നല്ല മികച്ച തൈകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള മണ്ണും ചകിരിച്ചോറും ബാക്കി വളങ്ങളും പോട്ടി മിക്സും ചട്ടികളും ഒക്കെ വാങ്ങി നമ്മുടെ പരിപാടി തുടങ്ങി. കഴിഞ്ഞ കൊല്ലം കൃഷിക്ക് ഉപയോഗിച്ച മണ്ണ് വേസ്റ്റ് ആക്കാതെ ഇക്കൊല്ലം വാങ്ങിയ പുതിയ മണ്ണും വളമൊക്കെ കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടിലേക്കുള്ള മിക്സ് തയ്യാറാക്കിയത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചെങ്കിലും പച്ചക്കറി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇതിലും നല്ലൊരു ഫീല് വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പ്രവാസിക്ക് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ.